ഇന്ന് നമുക്ക് നല്ലൊരു വെജ് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാമേ. പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. നന്നായി ഇളക്കി ഒന്ന് മൂപ്പിക്കാം. മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. കൂടുതൽ അങ്ങ് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1/2 കപ്പ് തന്നെ ബീൻസും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 ചെറിയ ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുറച്ച് സമയം അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായി ആവിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്ന് വേവാനുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇവിടെ എല്ലാം നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ദോശക്കല്ലോ പാനോ നമുക്കൊന്ന് ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് 6 പീസ് ബ്രെഡ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യോ ഓയിലോ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതിയേ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതുപോലെ തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 5 എണ്ണം വരെ എടുക്കാവുന്നതാണ്. പച്ചക്കറി വഴറ്റിയതൊക്കെ ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ഇട്ട് കൊടുക്കാമേ. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച ബ്രെഡിൽ നിന്നും കുറച്ച് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ 3 തവി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഴച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണിത്. ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് തിക്കായി കിട്ടും. എല്ലാം നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കറക്റ്റായിട്ട് കിട്ടണം. മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന പച്ചക്കറി നമുക്കൊരു ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഷേപ്പിലൊന്നും ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. ഇവിടെ എല്ലാം ഓവൽ ഷേപ്പിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം കട്ടിയാകാതെയും അധികം ലൂസാകാതെയും അത് കലക്കിയെടുക്കാം. ഉരുളകൾ ഓരോന്ന് നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. എല്ലാ വശവും നന്നായി ഒന്ന് ഇതിൽ ഉരുട്ടിയെടുക്കാം. നന്നായി ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ ഇരിക്കണം. 2-3 മിനിറ്റ് മാത്രം മതി ഇത് പാകമായി കിട്ടാനേ. ഒരു സൈഡ് ഇവിടെ നന്നായി കളറ് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.